സ്തുതിയൊക്കെ കേട്ടിട്ട് മഹാവിഷ്ണു പറയുകയാണ്, എൻ്റെ പൊന്നു കുട്ടാ, നിനക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. അമ്മ പറഞ്ഞ ഒരൊറ്റ വാക്കാണ് നിനക്ക് പ്രമാണം. അമ്മ പറഞ്ഞതും അത് കേട്ട് കയ്യും വീശി പുറത്ത് കുലി അങ്ങോട്ട് ഇറങ്ങി നടന്നതാ. അപ്പോൾ എനിക്കും ഇരിപ്പുറച്ചില്ല. ഞാൻ നാരദ മഹർഷിയെ പറഞ്ഞയച്ചുകൊണ്ട്, എന്നിട്ട് നിൻ്റെ മനസ്സിലുള്ള ആ വിചാരം ശക്തിപ്പെടുത്തണം. വിചാരത്തെ ശക്തിപ്പെടുത്താൻ എന്തു വേണം? നിൻ്റെ വിചാരം ശരിയല്ല എന്ന് പറയണം. ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒന്നിലോ അത് കേട്ട് നീ മടങ്ങിപ്പോവും, അല്ലെങ്കിലോ ഹേയ് നിങ്ങളാരാ ഇത് പറയാൻ? എൻ്റെ മനസ്സിലുള്ള വിചാരം ഞാനാണതിന് ഉടമസ്ഥൻ. എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാനത് പിന്തുടരും, നടക്കും, സാധിക്കും. കണ്ടോ, ഉറങ്ങിക്കിടക്കുന്നവരെ പോലും ഉണർത്തി ശക്തിപ്പെടുത്തുന്ന സമ്പ്രദായമാണ് ഈ നിഷേധവും ചോദ്യമൊക്കെ. അപ്പം നാരദൻ വന്ന്, അയ്യോ ചെറിയമ്മ എന്തോ പറഞ്ഞു, ആ പറഞ്ഞത് ഇത്ര കാര്യമാക്കാനൊന്നുമില്ല, നീ മടങ്ങിപ്പോ. മഹാവിഷ്ണു ദുരാരാധ്യനാണ്. എത്രയോ പേര് മുതിർന്നവർ പരിശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് തൃപ്തിപ്പെടുത്താൻ. 2 ദിവസത്തെ ഉറക്കം കഴിഞ്ഞാൽ ഒക്കെ മാറും, നീ മേളിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിയുണ്ടോ അത് കൂട്ടാക്കണു? മഹർഷേ, ഞാൻ ക്ഷത്രിയ പുരുഷനാണ്, ക്ഷത്രിയ ബാലനാ. എന്നോട് സംസാരിക്കുമ്പോൾ നല്ല പോലെ ഓർക്കണം. അങ്ങ് പറയണു മഹാവിഷ്ണു ദുരാരാധ്യനാണെന്ന്, ആരാധിക്കാനും തൃപ്തിപ്പെടുത്താനും വിഷമമാണെന്ന്. പലരും പരിശ്രമിച്ചു, സാധിച്ചില്ല എന്ന്. മനുഷ്യർ 3 പ്രകാരത്തിലാണ്. ചിലർ ആലോചിച്ച് കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വയ്യാവില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയില്ല. പിന്നെ ചിലർ തുടങ്ങി ആരംഭശൂരത്വത്തോടു കൂടിപ്പോയി കഷ്ടപ്പെടുമ്പോൾ പിന്മാറും. 3ാമത്തെ കൂട്ടരോ വിഘ്നൈ പുനഃ പുനഃ പ്രതിഹന്യമാന പ്രാരബ്ധം ഉത്തമജന ന പരിത്യജന്തി. തുടങ്ങി വച്ചത് ഒരിക്കലും പിൻവാങ്ങി ഉപേക്ഷിക്കില്ല അത്രേ. അപ്പം ഞാൻ അങ്ങനെ ഒരു ക്ഷത്രിയ ബാലനാണ്. എല്ലാവരും നേടിയെടുക്കാൻ പറ്റാത്തത് ഈ കുട്ടി നേടിയെടുക്കും നാരദ മഹർഷേ. അതിന് വല്ല സഹായമോ ഉത്സാഹമോ ശക്തിയോ നൽകാനുണ്ടെങ്കിൽ വായ തുറക്കൂ, അല്ലെങ്കിൽ വന്ന വഴിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. നാരദൻ്റെ തല കുളിർന്നു, ഇഷ്ടമായി. എന്നിട്ട് മുതൂത്തൊക്കെ തട്ടി നന്നായി എന്നും പറഞ്ഞ് മന്ത്രവും കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചത്. എനിക്ക് നിൻ്റെ മനോഗതം മനസ്സിലായി പൊന്നുകുട്ട. എത്ര കഷ്ടപ്പാടാണെങ്കിലും നീ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ നിനക്ക് തന്നോളാം. കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ നിൻ്റെ തപസ്സും നിൻ്റെ ദാർഢ്യവും നോക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റാത്തത്? ധ്രുവൻ എന്നാണല്ലോ ഈ കുട്ടിക്ക് പേര്. അപ്പം അവൻ ആവശ്യപ്പെടുന്നത് എന്താ? അച്ഛൻ്റെ മടിയിലിരിക്കാൻ. എത്ര കാലം ഈ കുട്ടി അച്ഛൻ്റെ മടിയിലിരിക്കും? കുട്ടികളായിരിക്കുമ്പോൾ ഇരിക്കും. കുറച്ച് കഴിഞ്ഞാൽ മോനെ ഇവിടെ വാന്ന് അച്ഛൻ പറയൂല, വന്നാൽ കുട്ടികൾ ഇരിക്കൂല. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ മടിയാണോ ശാശ്വതം? അല്ല. ഒരു കുട്ടി ഒരു 7 വയസ്സിന് മേതെയായ അച്ഛൻ്റെ മടിയിലിരിക്കുമോ? നമുക്ക് അഴിവില്ലാത്തൊരു മടി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ മടി എവിടെയാണ്? ഭഗവാന്റെ പാദങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിനക്ക് അത് കഷ്ടപ്പെട്ട കിട്ടാൻ വിഷമമാണെങ്കിൽ പോലും ഞാൻ തരാം. 36,000 വർഷം ക്ഷീണമില്ലാത്ത ഇന്ദ്രിയങ്ങളോടുകൂടി നീ രാജ്യം ഭരിക്കും. നിൻ്റെ സഹോദരനുണ്ടല്ലോ ഉത്തമൻ, ആ ഉത്തമനെ കണ്ടിട്ടാണല്ലോ അച്ഛൻ്റെ മടിയിൽ പോയി ഇരിക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു നിലയ്ക്ക് ഉത്തമനോട് കുറച്ച് മത്സരബുദ്ധിയോ ഈർഷ്യോ നിൻ്റെ മനസ്സിലുണ്ട്. ആ സഹോദരൻ എന്ത് സംഭവിക്കുന്നറിയാമോ? നായാട്ടിന് പോവും അവൻ. നായാട്ടിന് പോയി ആളെ കാണാൻ പറ്റില്ല. ആ കാണാൻ പറ്റാത്ത ആ കുട്ടിയെ അന്വേഷിച്ച് അവൻ്റെ അമ്മ സുരിച്ചു പോകും. ആ അമ്മ കാട്ടുതീയിൽപ്പെട്ട് മരിക്കും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അവസാനത്തിൽ നിനക്ക് എന്നെ ഓർമ്മ വരും. നീ ഒരു കുട്ടിയാണ്, വളരാനുണ്ട്, രാജകുമാരനാണ്, പല സംഭവങ്ങളും അനുഭവിക്കേണ്ടതാണ്. അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് 36,000 കൊല്ലം നീ രാജ്യത്തിലിരിക്കെ ഏകഛത്രാധിപതിയായി. അതൊക്കെ കഴിഞ്ഞ് നാന്യൈരധിഷ്ഠിതം ഭദ്ര യദ്ഭ്രാജിഷ്ണു ധ്രുവക്ഷിതി എത്ര ഗ്രഹർക്ഷതാരാണാം ജ്യോതിഷാം ചക്രമാഹിതം. അങ്ങനെ ഒരു പദം നിനക്ക് തരാമെന്ന് പറഞ്ഞതാണ് ധ്രുവനക്ഷത്രമായിട്ട് കഴിയണത്. ധ്രുവനക്ഷത്രം എന്നൊരു നക്ഷത്രത്തെ പറ്റി നമ്മൾ പറയും. അതാരാ? ഈ പറഞ്ഞ ധ്രുവൻ ശരീരം വിട്ട് വളരെ കാലം കഴിഞ്ഞ് 36,000 കൊല്ലം കഴിഞ്ഞ് വിട്ട് ഒരു നക്ഷത്രമായി പ്രകാശിക്കുന്നു എന്നാണ് സങ്കല്പം.